ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലാസിസ് വേൾഡ്. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ബിസി മോർണിംഗ് റൊട്ടീനാണ് ആസ് എ വർക്കിംഗ് വുമൺ. അപ്പം ഇന്ന് രാവിലെ നീറ്റപ്പോൾ അമ്മ ഓൾറെഡി കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അല്ല, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിനുവിൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ അത്യാവശ്യം വേണ്ട കറികളൊക്കെ റെഡിയാക്കിയിട്ട് അവൻ രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ 6:30 ആകുമ്പോൾ അവൻ എറണാകുളത്ത് എത്തണം. അതുകൊണ്ട് തന്നെ അവൻ പോകുന്നത് കൊണ്ട് അമ്മ വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ആദ്യം തന്നെ നീറ്റ് ഫ്രഷ് ആയതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഒരു വലിയൊരു ഭാരം കഴിഞ്ഞ പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വേഗം ആ ഒരു പരിപാടി കഴിച്ചു വെച്ചു. എന്നിട്ട് കുറച്ച് വേസ്റ്റുകൾ കളയാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെയും. അതുപോലെ തന്നെ അപ്പൊ കുക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒണിയന്റെ തൊലി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനൊന്ന് കൊണ്ട് കളയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാത്രം കൂടി എനിക്ക് കഴുകി വെക്കാനുണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടിച്ചു വാരി തുടയ്ക്കണം. അപ്പൊ അതിനു മുന്നേ അമ്മ കുറച്ച് എന്താ പറയാ നമ്മുടെ പൊടി എടുത്ത് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം എന്താ പറയാ ചുറ്റിച്ച് നമ്മുടെ നൂലപ്പത്തിന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട്, അതാവുന്ന സമയം കൊണ്ട് എനിക്ക് കുറച്ച് അടിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നീറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നത് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കീപ്പ് ചെയ്യാൻ, നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ ദേ പൊടി വാട്ടി വെച്ചത് ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്താ പറയുക, നേരത്തെ നീറ്റ് കുക്ക് ചെയ്ത് ആകെ ക്ഷീണമായിട്ടുള്ള കാരണം തന്നെ അമ്മയ്ക്ക് പിന്നെ ഓൾറെഡി വയ്യാത്തത് കൊണ്ടും അമ്മ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ പരിപാടി ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു ഇത് കുഴച്ച് റെഡി ആക്കിയിട്ട് ഇങ്ങനെ ആവശ്യത്തിനുള്ള സൈസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണികൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് കൈ കഴുകി ഇതൊന്ന് നിറച്ച് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി ഇടയിൽ കൂടെ നടക്കുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി സമയം കളയണ്ട. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നൂലപ്പം വെക്കാനുള്ള നമ്മുടെ ഇഡ്ലി ചെമ്പുണ്ടല്ലോ, അതിൽ ആവി കയറ്റി സ്റ്റീം പാത്രം, അതിന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ പാത്രത്തിൽ നിന്നും വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓയിൽ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഞാൻ നൂലപ്പം ഒക്കെ തിരിച്ച് റെഡിയാക്കി വെച്ചിട്ട് അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് നേരെ പോയിട്ട് അടിച്ചു വാരി തുടയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ കഴിയും. ഇടയിലാണെങ്കിൽ ഉണ്ണി നീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണീനൊന്ന് പോയി നോക്കി. എന്നിട്ട് പിന്നെ നേരെ അവള് കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ വേഗം പോയിട്ട് അടിച്ചു വരാൻ നിന്നു കേട്ടോ. പിന്നെ തലേ ദിവസം നമ്മൾ ഇരുന്നിട്ടൊക്കെ നമ്മുടെ ഈ സോഫ ഒക്കെ ഭയങ്കര അലങ്കോലമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതും ഒന്ന് റെഡിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ഏകദേശം എല്ലാവരും വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഉണ്ണിയും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അമ്മയും അനിയനും അതുപോലെ റൂമിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയിൽ കൂടെ എല്ലാവരും സൈലന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി കഴിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന്. എന്നിട്ടൊരു 9:15 9:30 കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡി ആവാണ് കേട്ടോ. അപ്പൊ ഇത് അടിച്ചൊരു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇഡ്ലി ചെമ്പിലത്തെ ഇത് ഏകദേശം നന്നായിട്ട് ആവി വന്നു തുടങ്ങിയേക്കണം. അപ്പൊ ഞാൻ പിന്നെ വേഗം പോയി തുറന്ന് അതിലത്തെ ഓരോ നൂലപ്പം മാറ്റി വെച്ചിട്ട് അത് ചൂടാറാൻ വെച്ചു. അപ്പോഴേക്കും പിന്നെ എല്ലാവരും നീറ്റിട്ടുണ്ടായിരുന്നു. ഉണ്ണി നീറ്റു, അമ്മയും എല്ലാവരും നീറ്റു, വിഷ്ണുക്കെ നീറ്റു. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ഉണ്ണിക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തു. ഇത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോയിട്ട് പുറത്തുനിന്ന് എടുത്തു കൊടുത്തിട്ട് നേരെ എല്ലാവർക്കുള്ള ചായ വെക്കാൻ നോക്കിട്ടോ. ഞാൻ അങ്ങനെ അളവ് നോക്കിയിട്ടാണ് പാലെടുക്കുന്നത്. കാരണം വൈകുന്നേരത്തെ അമ്മയ്ക്കും അച്ഛനും വെക്കാനുള്ള പാല് മാറ്റി വെച്ചിട്ടാണ് പിന്നെ അതിന് എന്താ പറയാ ബാക്കിയുള്ള എമൗണ്ട് പാലെടുത്തിട്ട് നേരെ എല്ലാവർക്കുള്ള ചായക്ക് ഇപ്പൊ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കുള്ള പാലെടുത്തിട്ട് വെക്കും. ഇപ്പൊ ഓരോരുത്തർക്കുള്ള ചില സമയത്ത് ആർക്കും വേണ്ടെങ്കിൽ ആ അമ്മയ്ക്കും അച്ഛനുള്ളത് മാത്രം ഉണ്ടാക്കും, അല്ലെങ്കിൽ എനിക്കും കൂടി ഉള്ളത് ഉണ്ടെങ്കിൽ അതും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നൂലപ്പം നമ്മുടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നേരെ പാത്രത്തിലാക്കിയിട്ട് ഓരോ സെറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഏകദേശം കഴിഞ്ഞു. പിന്നെ അത് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല 2 ചായ അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ട് എനിക്കും വിഷ്ണുവിനുള്ളത് എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ തുടയ്ക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം തുടയ്ക്കലും കൂടിയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് ഫ്രഷ് ആവാൻ പോയി, കുളിച്ചു. ഉണ്ണീനെ കുളിപ്പിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് ഉണ്ണീനെ കുളിപ്പിച്ചതിന് ശേഷം അവിടെ വിഷ്ണുവിനെ ഏൽപ്പിച്ചു. വിഷ്ണു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അവൾക്കുള്ള ഫുഡും എടുത്തു കൊടുത്തു. ഞാൻ അപ്പത്തേനും വേഗം പോയി ഫ്രഷ് ആയിട്ട് മുടിയൊക്കെ കെട്ടി. എന്നിട്ട് പിന്നെ റൂം അവർ രണ്ടാളും നീട്ടിപ്പോൾ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ പുതപ്പും ഇതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇനി മടക്കി വെക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എന്താ പറയുക ആക്കാനും കൂടി ഉണ്ട്.
പിന്നെ നേരെ പോയപ്പോൾ അമ്മ ചോറും അതുപോലെ തന്നെ കടലക്കറിയും സാമ്പാറും ആക്കി വെച്ചത് അതിൽ നിന്നെടുത്ത് ചോറ് ഒക്കെ ആക്കിയിട്ട് ഞാൻ നേരെ ബാഗിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ, നേരെ ഓഫീസിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.